അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ജൂന അഖാഡ പീഠാധിപതി മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരനെ ഹിന്ദുധർമ്മ പുരസ്കാരം നൽകി ആദരിച്ചു. പൊതുസമ്മേളനത്തിനായി വേദിയിലെത്തിയ വിശിഷ്ടർ ഭദ്രദീപം തെളിയിച്ചതോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത്. തുടർന്ന് കശ്മീരിലെ ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായവർക്ക് ആദരമായി ഒരു നിമിഷം മൗനമാചരിച്ചു. കേരളത്തിലെ ഹിന്ദു സമാജത്തിന് ഒരു മാർഗദർശനമാണ് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനമെന്ന് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ജുന അഖാഡ പീഠാധിപതി മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി പറഞ്ഞു. കശ്മീരിൽ ഭീകരാക്രമണം നടത്തിയവരെക്കുറിച്ചും അവരുടെ രീതികളെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. അസഹിഷ്ണുതയിൽ നിന്ന് ഉടലെടുത്ത തത്വസംഹിത, ആക്രമിക്കാൻ മാത്രം പഠിപ്പിച്ച തത്വസംഹിത, പലപ്പോഴും പല വെള്ളപൂശലുകളോ അതിൻ്റെ ചില ഭാഗങ്ങൾ അടർത്തി മാറ്റിയിട്ടുകൊണ്ട് മനോഹരമായിട്ടൊക്കെയുള്ള പ്രഭാഷണങ്ങളൊക്കെ പലതും പറയുന്നുണ്ടോ. പക്ഷെ ആകത്തുകയിൽ ആക്രമിക്കുക എന്ന ഒറ്റ സന്ദേശം മാത്രം പകരുന്ന തത്വസംഹിത, അത് അവരെ ഗോത്രത്തെ ആക്രമിക്കുക, സ്ത്രീയെ ആക്രമിക്കുക, കുട്ടികളെ ആക്രമിക്കുക, ഏതൊരു സംസ്കൃതിയും ഏതൊരു ജനതയും ഏത് അപകടം വന്നാലും സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് അവിടുത്തെ കുട്ടികൾ, സ്ത്രീകൾ ഒക്കെ. സനാതനധർമ്മത്തെക്കുറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമെന്നും ബൗദ്ധിക കേന്ദ്രമായി ക്ഷേത്രങ്ങളെ മാറ്റണമെന്നും മുൻ DGP TP സെൻകുമാർ പറഞ്ഞു. സനാതനധർമ്മത്തെപ്പറ്റി പഠിപ്പിക്കുവാൻ തയ്യാറാകണം. അതോടൊപ്പം സാങ്കേതികമായും സാമ്പത്തികമായും മുന്നോട്ട് നീങ്ങുവാനായിട്ട് എല്ലാവർക്കും സാധിക്കണം. ക്ഷേത്രങ്ങളെ ആധ്യാത്മികവും ഭൗതികവുമായ വളർച്ചയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റിയെടുക്കാൻ സാധിക്കണം. തുടർന്നാണ് ഹിന്ദുധർമ്മ പുരസ്കാരം കുമ്മനം രാജശേഖരന് സമ്മാനിച്ചത്. തങ്കപ്രസാദ്, കാവടി സ്വാമി, സുനിതാ മേനോൻ എന്നിവരെയും ആദരിച്ചു. വലിയ പരിവർത്തനമാണ് സംസ്ഥാനത്ത് ഹിന്ദു മഹാസമ്മേളനം നടത്തിയതെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ഹിന്ദു മനസ്സിനെ പരിവർത്തനമുഖമാക്കി നമ്മുടെ നാട്ടിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പ്രേരണയും പ്രചോദനവും ആവശ്യമാണ്. ഹിന്ദുധർമ്മ പരിഷത്ത് ചെയർമാൻ രാജശേഖരൻ നായർ S, MS ഭുവനചന്ദ്രൻ, ഹിന്ദു ധർമ്മ പരിഷത്ത് പ്രസിഡന്റ് M ഗോപാൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.